പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല, മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാണ്. ജിസ്മോളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അവൾ അനുഭവിച്ച ദുഃഖം എന്താണ് എന്ന് അവൾ തന്നെ ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അവളുടെ ഭർത്താവിനോ അവളുടെ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കോ ആർക്കും ഈ ഫേസ്ബുക്ക് പേജിലൂടെ അവൾ അനുഭവിക്കുന്ന മാനസിക ദുഃഖം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരമ്മയില്ലാത്ത ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ ജിസ്മോളുടെ മരണം. ജിസ്മോളുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ തോളിച്ചാരി അമ്മ ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഇതാണ് എന്ന് പറയുകയും ആശ്വസിപ്പിക്കുകയോ ചെയ്യാനുള്ള അവസരം അവൾക്ക് ഇല്ലാതെ പോയി. ദൈവം അത് ആദ്യമേ എടുത്തുകൊണ്ടുപോയി. ഫേസ്ബുക്ക് പേജിലെ ഈ പോസ്റ്റ് നമ്മളെ കണ്ണു നനയ്ക്കും. ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിൽ ഏകാന്തയായി, അവൾക്ക് സ്നേഹം കിട്ടാതെ, അവളെ ആരും പരിഗണിക്കാതെ, എപ്പോഴും പണത്തിന് കണക്ക് പറയുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, ഒന്നിനും പൈസ കൊടുക്കാതെ അവൾ തന്നെ എല്ലാം കണ്ടെത്തേണ്ടി വരിക. രണ്ടാമത് ഒരു കുട്ടിയെ കൊടുത്ത ആ അമ്മയോടുള്ള സ്നേഹമല്ല, ഹോസ്പിറ്റൽ ചെലവിനുമുള്ള പൈസ തരില്ലെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ രണ്ടാമതൊരു കുട്ടിക്ക് ശ്രമിക്കത്തില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ കയ്യിലേക്ക് കുട്ടിയെ ഏൽപ്പിച്ചിട്ട് എങ്ങനെ അവൾ പോകും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. രണ്ട് കൈകൾക്കുള്ളിൽ ആ കുഞ്ഞിൻ്റെ പാദം എടുത്തു വെച്ച് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നു. അതാണ് അവൾ എത്രമാത്രം ആ കുടുംബത്തെയും ആ കുഞ്ഞുങ്ങളെയും സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഫോട്ടോ. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് അവൾ ചാടിയത്. എങ്ങനെ ഇതേപോലുള്ള നരാധമന്മാരുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് മരിക്കും? പണത്തിന് വേണ്ടി കണക്ക് പറയുന്ന, കുഞ്ഞ് ജനിക്കണ്ടായിരുന്നു എന്ന് പറയുന്ന ഇവൻ്റെ കയ്യിൽ ഈ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഈ മാതാവിന് എങ്ങനെ കഴിയും? ജിസ്മോളുടെ അടുത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ജീവിതത്തിന് മുന്നിൽ ഏത് വാതിൽ കൊട്ടിയടച്ചാലും ദൈവം നമുക്കായി ഒരു വാതിൽ കരുതി വെച്ചിട്ടുണ്ടാകും. അത് സമയമാകുമ്പോൾ തുറക്കുക തന്നെ ചെയ്യും. അത് ആ പ്രതീക്ഷയോടെയാണ് ജിസ്മോൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ തലേ ദിവസം ആ വീട്ടിൽ നടന്നുവെന്ന് അയൽവക്കക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റാണ്. കുട്ടികളെ തമ്മിൽ താരതമ്യപ്പെടുത്തുന്ന ഒരു പോസ്റ്റാണ്. അങ്ങനെ താരതമ്യപ്പെടുത്തരുത് എന്ന് അവൾ ആവശ്യപ്പെടുകയാണ്. കാരണം ഇന്ന് പിതാവ് പറയുകയുണ്ടായി, കുട്ടികളെ തമ്മിൽ താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഭർത്താവിൻ്റെ സഹോദരിയുടെ കുട്ടിയെയും തൻ്റെ കുട്ടിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം ആ വീട്ടിലുണ്ട് എന്ന് പിതാവ് പറയുകയുണ്ടായി. ആ പോസ്റ്റിന് കൃത്യമായ കാര്യമാണ്. Their baby started to crawl. Your baby is not crawling yet. അതായത് അവരുടെ ബേബി എഴയുന്നുണ്ട്, അതായത് എഴഞ്ഞു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിൻ്റെ ബേബി ഇതുവരെയും ഇഴഞ്ഞു നടക്കാൻ പോലും തുടങ്ങിയില്ല എന്ന് താരതമ്യപ്പെടുത്തുന്നതാണ് ആ ഫോട്ടോ. ആ പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റോപ്പ് ദ കമ്പാരിസൺ എന്നവൾ ഇട്ടിട്ടുണ്ട്. നോവായി. ഇങ്ങനെ മനസ്സിൻ്റെ നോവുകളും മനസ്സിൻ്റെ നൊമ്പരങ്ങളും ഒക്കെയാണ് ഈ ഫേസ്ബുക്ക് ഉടനീളം കാണുന്നത്. നിങ്ങൾ മനോനിലകൾ എത്രമാത്രം മാനസികമായ വേദനയോട് അനുഭവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഈ പോസ്റ്റുകൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. നിങ്ങളുടെ പെൺമക്കളെ, നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ ഉറ്റുനോക്കണം. മരിച്ചിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഉറ്റുനോക്കണം. അവരനുഭവിക്കുന്ന ദുഃഖങ്ങളുണ്ടെങ്കിൽ, അവർ പറയുന്ന ചെറിയ പ്രകടനങ്ങളുണ്ടെങ്കിൽ, ആ ചെറിയ പ്രകടനങ്ങൾക്ക് പിന്നിൽ ഒരു വലിയ വേദന അവൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതനുസരിച്ച് പ്രവർത്തിക്കണം. ഒരു പെൺമക്കളെയും ഇവർക്ക് എറിഞ്ഞു കൊടുക്കാൻ പാടില്ല. ലോകം മാറിയിരിക്കുന്നു. നിങ്ങൾ ആ പെൺകുട്ടിയെ നന്നായിട്ട് നോക്കി അവൾക്കൊരു തൊഴിലുണ്ടാക്കി കൊടുത്ത് അവളോട് നന്നായി ജീവിക്കാൻ പറയുക. ഇതേപോലുള്ള ഭ്രാന്തന്മാരുടെ കയ്യിലേക്ക്, കുരങ്ങിനൊക്കെ ഇതുപോലുള്ള ഒരു മിടുമിടുക്കിയായി പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന പെൺകുട്ടിയെ കൊടുത്തു. അവൾ പിന്നൊരിക്കലും അവരുടെ രാഷ്ട്രീയത്തിലേക്ക് അവൾ കടന്നു വന്നില്ല. അവരുടെ സ്വന്തം നാട്ടിൽ അവൾക്ക് രാഷ്ട്രീയം കഴിക്കാമായിരുന്നിട്ട് പോലും ആ രാഷ്ട്രീയം ചെയ്തില്ല. അപ്പോൾ അവൾ പറയുന്ന വാക്കുകൾ വീണ്ടും നമുക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല, മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാണ് എന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.